അപ്പം നമുക്ക് ഇതുപോലത്തെ സ്പ്രെയർ, ഇപ്പം വലിയ മരമൊക്കെ ആണെങ്കിലേ ഈ കുഞ്ഞു സ്പ്രെയർ കൊണ്ട് ഒഴിച്ചാൽ തീരത്തില്ല. അപ്പം നമ്മുടെ വലിയ സ്പ്രെയറില്ലേ 5 ലിറ്ററും 10 ലിറ്ററും ഒക്കെ കൊള്ളുന്ന വലിയ സ്പ്രെയർ ഉണ്ട്. ഞാൻ തന്നെ ചിലപ്പോൾ ഇവിടെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാം എൻ്റെ അടുത്തിരിക്കുന്ന സ്പ്രെയർ ഏതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പ്രെയർ ബോട്ടിലിനകത്ത് നിറച്ചിട്ട് നമ്മുടെ ചെടികളിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതിപ്പോൾ കായാലൊന്നും വീണകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇത് ചെറുതായിട്ടിരുന്നാലേ ഉള്ളൂ നല്ലതായിട്ട് സ്പ്രേ വരത്തുള്ളൂ. ഇത് ചെറിയ ബോട്ടിലല്ലേ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. കൂടുതൽ ദൂരത്തേക്ക് എത്തണമെങ്കിൽ വലുതാക്കി ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്നാണെന്നറിയോ, എപ്പോഴും റംബുട്ടാന് പൂക്കളുണ്ടായിട്ട് ആ പൂക്കളാണ് ആദ്യമേ ഒത്തിരി കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ പൂക്കളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ലോണം കൊലയായിട്ട് തന്നെ പൂക്കുന്നതാണ് റംബുട്ടാൻ. അതിലെല്ലാത്തിനും പോളിനേഷൻ നടക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ പോളിനേഷൻ നടക്കാത്ത പൂക്കളും അത് പിടിച്ചുണ്ടാകുന്ന ചെറിയ ചെറിയ കായകളായിരിക്കുമ്പോൾ അവരെല്ലാം ഒത്തിരി അധികം പൊഴിഞ്ഞു പോകും.